സ്റ്റോറി എന്നൊരു പടം കണ്ടു. ഇനി സ്റ്റൂരി എന്നാണോ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു ചെക്ക് ക്രൈം ത്രില്ലർ സിനിമയാണ്. 2025 റിലീസായതാണ്. യാൻ ടെസിറ്റൽ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന റിസ്ക, ക്രിസ്റ്റോഫ് ഹഡേക്ക് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച് ഒരു 19-20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതശരീരം ലഭിക്കുന്നതിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത്. ലോറ, ആദം എന്നീ 2 ഡിറ്റക്റ്റീവുകളാണ് ഇതിന്റെ കേസ് അന്വേഷിക്കുന്നത്. തുടർന്ന് നടക്കുന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡീസന്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണിത്. 2021 ഇറങ്ങിയ ക്രിസ്റ്റീന ട്രെപ്കോവയുടെ ബെസ്റ്റ് സെല്ലർ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഒരു സ്ലോ ബേണിംഗ് ത്രില്ലർ ആണ് പടം എന്ന് പറയാം. പക്ഷെ ഒരു ആകാംക്ഷയും സസ്പെൻസും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പടം തീരുന്നത് വരെ മുമ്പോട്ട് പോകുന്നത്. ഒരു ചെറിയ ടൗൺ, അവിടുത്തെ വളരെ കുറച്ച് മനുഷ്യർ. ഈ ഒരു മർഡറിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇവരിൽ പലരെയും നമ്മൾ പ്രേക്ഷകർക്കും കൂടി സംശയം തോന്നും. അതിങ്ങനെ ഒറ്റൊരാളെയും ബാക്കി വെക്കാതെ ഉള്ള ഒരു അന്വേഷണമാണ് ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. സോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവ്. അതുപോലെ തന്നെ ഒരു സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ നോർഡിക് സ്റ്റൈലിലുള്ള ഒരു കഥാപശ്ചാത്തലമാണ് ഈ പടത്തിനുള്ളത്. മൊത്തത്തിലും ഒരു മഞ്ഞും മഴയും തണുപ്പും പിന്നെ ഒപ്പം മിസ്റ്ററിയും. അപ്പം ആ ഒരു കാലാവസ്ഥ അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ രസമാണ്. എനിക്ക് പേഴ്സണലി അതുകൊണ്ട് തന്നെ പടം വർക്ക് ആയതുമാണ്. പക്ഷെ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് ഇത് കാണരുത് കേട്ടോ. ക്രിസ്റ്റീന റിസ്ക എന്ന നടിയാണ് ഇതിലെ നായിക. ഡിറ്റക്റ്റീവ് ലോറയായിട്ട് വരുന്നത്. നല്ല പെർഫോമൻസ് ആണ്. ക്രിസ്റ്റോഫ് ഹഡേക്ക് ആണ് ഇതിലെ ആദം എന്ന് പറയുന്ന രണ്ടാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. ഈ പറയുന്ന പേരുകളുടെ ഒക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പതിവ് ത്രില്ലർ പടങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭൂതകാല ട്രോമ നാടകങ്ങളൊന്നും ഇതിൽ അധികം ഇല്ല എന്നുള്ളത് വേറൊരു പോസിറ്റീവ് ആണ്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയും ഈ പടത്തിലില്ല. പിന്നെയും 1-2 നല്ല ക്യാരക്ടേഴ്സും പടത്തിലുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതാണ്. കൂടുതലായിട്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ്. നല്ല കിടിലൻ ക്യാമറയും ലൊക്കേഷനും പടത്തിന്റെ മറ്റൊരു പോസിറ്റീവ് ആണ്. ഞാൻ പറയാറില്ല, എനിക്ക് മഞ്ഞും മിസ്റ്ററിയും കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതൊരു നോർഡിക് സ്കാൻഡിനേവിയൻ ത്രില്ലർ ഫിലിംസ് എന്ന് പറയുന്ന കാറ്റഗറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ വളരെ താല്പര്യത്തോടെ എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടത്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ, പ്രത്യേകിച്ച് ഇതിന്റെ കളർ ടോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ടെക്നിക്കലി നല്ലൊരു പടമാണിതെന്ന് പറയാം. പിന്നെ ഇതൊരു വമ്പൻ സംഭവം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയൊന്നും അല്ല. ഒരു വലിയ ഹൈ മൊമെന്റ് ഒന്നും സമ്മാനിക്കുന്നില്ല. അതിലൊരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല ക്യാരക്ടേഴ്സിനോടൊക്കെ ആണെങ്കിലും. എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിൽ പലരും ചിലപ്പോൾ കുറച്ച് ഓവർ മസിൽ പിടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അവരുടെ ഒരു ഭയങ്കര ഇഷ്ടം പലപ്പോഴും തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എങ്കിലും ഇതിന്റെ മിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നതുകൊണ്ട് കണ്ടു തീർക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഇത്. അമിത പ്രതീക്ഷ ഇല്ലാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പടത്തിന്റെ റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അതൊന്നും നോക്കണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്തും വളരെ കുറവാണ്. 1 മണിക്കൂർ 25 മിനിറ്റ് മാത്രമേ കണ്ട ഇതിന്റെ ലെങ്ത് ഉള്ളൂ. ആൻഡ് ആസ് യൂഷ്വൽ ഈ പടം ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും നിലവിൽ അവൈലബിൾ അല്ല. നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടിവരും. ഇതിന്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. മൂവി മിററിന്റെ വെബ്സൈറ്റിൽ ഈ പടത്തിന്റെ മലയാളം സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. പടത്തിന്റെ പ്രമേയമൊക്കെ കൊണ്ട് ഇതൊരു UA 16+ പടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കുള്ള ഒരു സിനിമയല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.